ഹായ് ഫ്രണ്ട്സ്, ഒരു ഇൻട്രസ്റ്റിംഗ് അനൗൺസ്മെൻറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ മെമ്പർഷിപ്പ് ആക്റ്റീവായ വിവരം. ആക്ച്വലി മെമ്പർഷിപ്പ് ആക്റ്റീവായിട്ട് കുറച്ച് അധികം ദിവസങ്ങളായി. പക്ഷേ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുമെന്നുള്ള ചിന്തയിൽ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് നീണ്ടുപോയതാണ്. അപ്പോൾ എന്തായാലും മെമ്പേഴ്സായിട്ട് വരുന്ന ആളുകൾക്ക് എന്തൊക്കെ കൊടുക്കുക എന്നുള്ളതിൽ നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അറിയാത്തവരെ സംബന്ധിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. യൂട്യൂബ് ഈ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാണുന്ന ചാനലിലെ ആ ക്രിയേറ്ററിനെ നിങ്ങൾക്ക് വ്യൂവേഴ്സിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അവർക്ക് ആ ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു മെമ്പർഷിപ്പ് ചെറിയൊരു ഫീസ് അടച്ചുകൊണ്ട് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ അത് അടച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കൊരു ബാധ്യതയാവാത്ത രീതിയിൽ പകരം നിങ്ങൾക്ക് എന്തെങ്കിലും തന്നുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാനലിൽ 3 ടൈപ്പ് ഓഫ് മെമ്പർഷിപ്പ് പ്ലാനുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഫോളോവർ എന്നുള്ള പ്ലാനാണ്. ഫോളോവർ എന്നുള്ളതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് മെമ്പർഷിപ്പ്. അപ്പോൾ ഈ മെമ്പർഷിപ്പിൽ പൊതുവേ ഇപ്പോൾ യൂട്യൂബ് മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാവർക്കും യൂട്യൂബ് തന്നെ കൊടുക്കുന്ന പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിൻ്റെ ചുറ്റും ബാഡ്ജുകൾ എത്ര മാസമായി നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ബാഡ്ജുകൾ ഉണ്ടാവും. മന്ത്ലിയാണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് വരിക. അപ്പോൾ ഒരു 3 മാസമായിട്ടുള്ള ആൾക്ക്, 6 മാസമായിട്ടുള്ള ആളുകൾക്ക്, 1 വർഷമായിട്ടുള്ള ആൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അവരുടെ ബാഡ്ജുകൾ വരും. അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ പ്രത്യേകിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ക്രിയേറ്റർക്ക്. പിന്നെ അവർക്ക് മാത്രമായിട്ടുള്ള ഇമോജികൾ 5ഓളം ഇമോജികളാണ് യൂട്യൂബ് കൊടുക്കുന്നത്. അപ്പോൾ അത് ആ പ്രത്യേക ഇമോജികൾ മെമ്പേഴ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് യൂട്യൂബ് തരുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ കൂടെ ഞാൻ തരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്, ഞാൻ എടുക്കുന്ന സ്വിംഗ് ട്രേഡുകൾ ഞാൻ എടുത്ത ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും ചുരുങ്ങിയത് 1:3 റിസ്ക് റിവാർഡുള്ള ഞാൻ എടുക്കുന്നതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ട്രേഡുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം. അപ്പോൾ നിങ്ങളൊരു ചെറിയ ഫീസ് ഇതിന് വേണ്ടിയിട്ട് മുടക്കുമ്പോഴും ആ ഫീസ് നിങ്ങൾക്ക് ഈ ട്രേഡിൽ നിന്ന് തന്നെ കണ്ടെത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലും അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതി ആവരുത് എന്നുള്ള ഒരു നല്ല ഉദ്ദേശമാണ്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി ഫോളോവർ എന്നുള്ള കാറ്റഗറി ആൾക്ക് കിട്ടുന്നത് ഞാൻ എടുക്കുന്ന ആ ട്രേഡുകളുടെ എൻട്രി, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, ഈ 3 മാത്രം മെൻഷൻ ചെയ്തുകൊണ്ടാണ് അത് നിങ്ങളുടെ മുന്നിലെത്തുക. രണ്ടാമത്തെ കാറ്റഗറി ട്രേഡർ എന്ന് പറയുന്ന ലെവൽ ഓഫ് മെമ്പർഷിപ്പാണ്. അവരെ സംബന്ധിച്ച് ഇതേ സ്വിംഗ് ട്രേഡുകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എങ്കിലും അവർക്ക് ആ ചാർട്ടിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ചാർട്ടിനകത്ത് കൃത്യമായിട്ട് എൻട്രിയുടെ റീസൺസ്, അതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളത് ആ ചാർട്ടിൽ എഴുതാൻ പറ്റുന്ന അത്രയും പോയിന്റുകൾ മെൻഷൻ ചെയ്തുകൊണ്ട് ആ ചാർട്ട് നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കുകയും ചെയ്യാം, ആ ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ 1ാമത്തെ ലെവലിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും 2ാമത്തെ ലെവലിലേക്ക് കിട്ടും. 3ാമത്തെ ലെവൽ നമ്മൾ പ്രോ ട്രേഡർ എന്നുള്ള ഒരു മെമ്പർഷിപ്പ് ലെവലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ലെവലിലുള്ള ആളെ സംബന്ധിച്ച് ഈ 2 ലെവലിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിട്ടും. പ്ലസ് അവരെ സംബന്ധിച്ച് മാസത്തിൽ 2 എക്സ്ക്ലൂസീവ് വീഡിയോസ്, ആ എക്സ്ക്ലൂസീവ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ സ്വിംഗ് ട്രേഡുകൾ നമ്മൾ എടുത്തിട്ടുള്ള ഇപ്പോൾ ഒരു മാസം എത്ര ട്രേഡാണുള്ളത്, ഇപ്പോൾ കുറേ അധികം ട്രേഡ് ഉണ്ടെങ്കിൽ അതിൽ 2 or 3 ട്രേഡുകൾ 2 വീഡിയോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട്, ചിലപ്പോൾ ഒരു വീഡിയോയിൽ 2 എണ്ണം വെച്ചിട്ട് 2 വീഡിയോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻഡെപ്ത് ആയിട്ട് ആ സ്റ്റോക്കിനെ അനലൈസ് ചെയ്ത് നമ്മൾ എടുക്കാനുണ്ടായ റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാർട്ട് അനലൈസ് ചെയ്യാൻ പഠിക്കുന്ന രീതിയിലുള്ള 2 വീഡിയോ ഒരു മന്ത്ലി കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും കാര്യമാണ് ഇപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്. ബാക്കി പിന്നെ ഫ്യൂച്ചറിൽ നമുക്കിതിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ തരാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മെമ്പർഷിപ്പ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മന്ത്ലി ആണ് ഇതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ ഫീസ് വരുന്നത് ഞാൻ സൂചിപ്പിച്ചു. ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യുകയും ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണ് പോകുന്നത്. നിങ്ങളിത് പേയ്മെൻറ്റ് അടയ്ക്കുന്നത് യൂട്യൂബിനാണ്. അപ്പോൾ അതിൻ്റെ ഈ ട്രാൻസാക്ഷനിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് യൂട്യൂബുമായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ആളുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കൺസെപ്റ്റിലാണ് കൂടുതൽ ആളുകളും വരിക. അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സ്വിങ്ങൊക്കെ എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളെ പഠിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അതിനുള്ള നിങ്ങൾ മെമ്പർഷിപ്പ് ഫീസ് എടുക്കുമ്പോൾ ആ ഫീസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ട്രേഡുകൾ എടുത്തുകൊണ്ട് അതിനുള്ള ഫീസ് കണ്ടെത്താനും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആ ട്രേഡ് ഷെയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ട്രേഡ് എടുത്തുകൊണ്ട് പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്ത് പഠിക്കുന്നു. അപ്പോൾ ഇതിൽ പിന്നെ ട്രേഡിങ്, ഇത് ലേണിങ്ങിൻ്റെ സൈഡാണ് ഞാൻ പറഞ്ഞത്. ഇനി ഏണിങ്ങിൻ്റെ സൈഡിൽ ചിന്തിച്ച് വരുന്ന കുറച്ച് ആളുകളെ നമ്മളിതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് കാറ്റഗറിയൊക്കെ ഡീറ്റെയിൽ ഇല്ലാതെ ട്രേഡ് മാത്രം കൊടുക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചൊക്കെ ട്രേഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് വരുന്ന ആളുകളെ സംബന്ധിച്ച് കുറേ അധികം സംശയങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിൽ. ഇത് എങ്ങനെയാണ്, ഇതിൽ എത്ര ക്യാപിറ്റൽ വേണം, ഇതിൻ്റെ വിൻ റേഷ്യോ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാലുള്ള വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മളുടെ സ്വിംഗ് ട്രേഡ് പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞ നമ്മളെ പ്ലേലിസ്റ്റിൽ പോയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ നമ്മൾ കണ്ടെത്തുന്ന റിസ്ക് റിവാർഡുകൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡ് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം തോന്നുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ഇതിലേക്ക് മെമ്പർഷിപ്പിലേക്ക് വരാം. പിന്നെ ഇപ്പോൾ ഇതിൽ ഈ സ്വിങ്ങിലൊക്കെ താല്പര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ 3 കാറ്റഗറി ഉണ്ടല്ലോ, 3 കാറ്റഗറി. ഒന്ന് ട്രേഡ് ജസ്റ്റ് ഫോളോ ചെയ്യുന്ന ആളുകളാണ്, മറ്റു കുറച്ചും കൂടെ മനസ്സിലാക്കി ട്രേഡ് ഫോളോ ചെയ്യുന്നവരാണ്, മറ്റൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ആളുകളാണ്. ഇതൊന്നും അല്ലാത്ത ഒരു വിഭാഗം ആളുകൾക്ക് നമ്മൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആൾറെഡി ഇതിനകത്ത് കണ്ടൻറ്റ് 10-300 രൂപയെങ്കിലും മാസം വിലയുള്ള കണ്ടൻറ്റുകൾ കിട്ടുന്നുണ്ട്, എനിക്കത് ഉപകാരപ്രദമാവുന്നുണ്ടെന്ന് കരുതുന്ന ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിക് മെമ്പർഷിപ്പ് എടുക്കാം, ട്രേഡൊന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിലും. നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട സംഗതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എടുക്കുന്ന ഈ ട്രേഡ് എന്ന് പറയുന്നത് റിസ്ക് റിവാർഡ് കൂടിയ ട്രേഡുകളായതുകൊണ്ട്, ഇപ്പോൾ നമ്മൾ 1:3 ഉള്ളത് ആണ് മിനിമം നിങ്ങളടുത്ത് ഷെയർ ചെയ്യുക. ഞാൻ എടുക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ട്രേഡുകൾ. അപ്പോൾ 3ലും കൂടുതൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ മിനിമം ട്രേഡ് കുറവുള്ള സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ 3 ഉള്ളത് കിട്ടിയാൽ ഷെയർ ചെയ്യും. അപ്പോൾ ഈ നമ്മൾ ഒന്നിച്ചെടുക്കുന്ന ഈ 10 ട്രേഡിൽ 7 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും 3 ട്രേഡ് പ്രോഫിറ്റിലാണെങ്കിൽ തന്നെ നിങ്ങൾ നെറ്റ് പ്രോഫിറ്റിലായിരിക്കും. അതാണ് ഈ നമ്മൾ വലിയ റിസ്ക് റിവാർഡുള്ള ട്രേഡ് എടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ ഒരു സംഗതി മനസ്സിലുണ്ടായിരിക്കുക. പിന്നെ ഇതിൽ എത്ര ക്യാപിറ്റൽ ചിലവഴിക്കണം, അതല്ലെങ്കിൽ എത്ര ട്രേഡ് കിട്ടും എന്നുള്ളതിനൊക്കെ ഞാൻ ഈ പറഞ്ഞ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷമുള്ള മെമ്പേഴ്സ് ഓൺലി വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ട്രേഡിൻ്റെ എണ്ണം ജസ്റ്റ് ഇവിടെ സൂചിപ്പിച്ച് പോകാം. നമുക്കിത് സ്വിംഗ് ട്രേഡാണ്, അപ്പോൾ എത്ര എണ്ണം ട്രേഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. മാർക്കറ്റ് അനുകൂലമായിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള 2-3 ട്രേഡുകൾ ആഴ്ചയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്ന സമയം ഉണ്ടാവും, ചിലപ്പോൾ അതിൽ കുറഞ്ഞ് കിട്ടുന്ന സമയം ഉണ്ടാവും. അപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉടനെ തന്നെ ജോയിൻ എന്നുള്ളൊരു ബട്ടൺ റൈറ്റ് സൈഡിൽ, ആ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് റൈറ്റ് സൈഡിൽ പ്രത്യക്ഷപ്പെടും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ആണ് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ പേയ്മെൻറ്റ് റിജക്റ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് യൂട്യൂബിനെയാണ്. നിങ്ങൾ യൂട്യൂബിനോടാണ് ഈ ഡീൽ നിങ്ങൾ ചെയ്യുന്നത്. യൂട്യൂബിനാണ് പേയ്മെൻറ്റൊക്കെ നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ മെമ്പർഷിപ്പ് എൻജോയ് ചെയ്യേണ്ടവർക്ക് മെമ്പർഷിപ്പ് എൻജോയ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ 4 വിഭാഗം പറഞ്ഞു, 3 കാറ്റഗറി, പിന്നെ ഒരു കൂട്ടർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിംഗ് ട്രേഡ് ഒന്നും വേണ്ട, എന്നാലും ഒരു മെമ്പർഷിപ്പ് കൊടുത്തു കളയാം എന്ന് വിചാരിക്കുന്ന ഒരു കാറ്റഗറിയും പറഞ്ഞു. ഇതിലൊന്നും പറ്റാത്ത വേറൊരു കൂട്ടരുണ്ടാവും, ഇങ്ങനത്തെ മെമ്പർഷിപ്പും കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്തൊരു കൂട്ടർ. അത് വളരെ സ്വാഭാവികമാണ്. പല ആളുകളും പല രീതിയാണ്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. നിങ്ങൾ മെമ്പർഷിപ്പ്, അത്രയുള്ള ആളുകൾ മെമ്പർഷിപ്പിലേക്ക് ഒന്നും വരണ്ട. നിങ്ങൾ ഇപ്പോൾ എന്താണോ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണോ നിൽക്കുന്നത് വെച്ചാൽ അതേപോലെ നിൽക്കുക. ഇപ്പം നമ്മളെ ചാനലിൽ ബാക്കി വരുന്ന നോർമൽ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഫ്രണ്ട്സ്, വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡിസ്കോഡ് ആപ്പ് വഴിയാണ് നമ്മൾ ചാനലിൽ ജോയിൻ ചെയ്ത മെമ്പേഴ്സിന് ട്രേഡുകൾ ഫോളോ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ആക്സസ് കിട്ടുക എന്നുള്ളത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് നറേറ്റ് ചെയ്യുന്ന വീഡിയോ മേക്ക് ചെയ്ത് ആൾറെഡി അപ്ലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ലാരിറ്റി കുറവൊന്നും വരില്ല. നിങ്ങൾക്ക് ഫോണിൽ നിന്നാണെങ്കിലും ആ രീതിയിൽ, അതേപോലെ ലാപ്പിൽ നിന്നാണെങ്കിലും ആ രീതിയിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ആക്സസ് കിട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനി മെമ്പേഴ്സ് അല്ലാതെ സാധാരണ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവണമെങ്കിൽ ഈ പറഞ്ഞ എക്സ്ക്ലൂസീവ് സർവീസ് ഒന്നും ഉണ്ടാവില്ല. ഭാഗമാവണമെങ്കിൽ അവർക്കുള്ള സാധാരണ എസ്കോഡിൻ്റെ നമ്മുടെ എസ്കോഡിലെ ചാനലിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. അതുപോലെ നേരത്തെ മുമ്പ് ഞാൻ സൂചിപ്പിച്ച നമ്മുടെ സ്വിംഗ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിലുകൾ നമ്മൾ എടുക്കുന്ന സ്റ്റൈല് മനസ്സിലാക്കണമെങ്കിൽ സ്വിംഗ് ട്രേഡ് പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള, അതേപോലെ സ്വിംഗ് ട്രേഡ് എൻട്രി എന്നൊക്കെയുള്ള 2 പ്ലേലിസ്റ്റുകളുണ്ട്. ആ 2 പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം. പിന്നെ എത്ര ക്യാപിറ്റൽ വേണമെന്നുള്ള നിങ്ങളുടെ സംശയത്തിന് ഒന്ന് അഡ്രസ്സ് ചെയ്യാം. ഒരു 25 to 30 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാൻ മോർ ദാൻ ഇനഫ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എത്ര പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ, ഡിപ്പെൻഡ്സ് ഓൺ യുവർ ക്യാപിറ്റൽ. ഇതാണ് അതിനുള്ള ആൻസർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പൊസിഷൻ സൈസിങ്ങിൻ്റെ റിസ്ക് റിവാർഡ് കൃത്യമായിട്ട് മാത്തമാറ്റിക്കലി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യേണ്ടത്, അതിനെന്ത് ടൂളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ആ വീഡിയോയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതേപോലെ ഫോളോ ചെയ്യുന്ന ഒരാൾ ലോങ് റണ്ണിൽ 100% പ്രോഫിറ്റിലായിരിക്കും, ഒരു സംശയവും വേണ്ട. ഇനി എത്ര പ്രോഫിറ്റ് എന്നുള്ളതിന് അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ ട്രേഡർമാരെയും ഹെഡ്ജ് ഫണ്ട് മാനേജർമാരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്നും ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ് ജിം സൈമൺസ്. 10 വർഷം തുടർച്ചയായിട്ട് ജനറേറ്റ് ചെയ്തത് 66% റിട്ടേൺ ആണെന്നുള്ളതാണ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 1 ലക്ഷം കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
66,000 രൂപയാണ് അദ്ദേഹം ഒരു വർഷം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഒരു 60 മുതൽ 70% ടോപ്പ് ലെവലിലുള്ള ആളുകൾ ജനറേറ്റ് ചെയ്യുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 20,000 രൂപയായിട്ട് വന്നിട്ട് ഒരു വർഷം കൊണ്ട് 2 ലക്ഷമാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ദിവാസ്വപ്നത്തിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ ഈ കാര്യം ഒന്ന് മനസ്സിലേക്ക് എടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് അതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പ്രയോജനപ്പെടുത്തേണ്ടവർക്ക് അങ്ങനെ പ്രയോജനപ്പെടുത്താം. ഇതാണ് നമുക്കൊന്ന് ആഡ് ചെയ്ത് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയം ക്ലാരിറ്റി ചെയ്തു. ക്യാപിറ്റൽ, പിന്നെ അതേപോലെ ഡിസ്കോഡിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിലും കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. ബാക്കി മെമ്പേഴ്സിനുള്ള വിശദവിവരങ്ങൾ മെമ്പർഷിപ്പ് ഓൺലിയിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.